തെറ്റിൽ വന്ന് പെട്ടത് ഇങ്ങനെയാണ്. ആ, ഒറിജിനലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ലോകത്തിലുള്ള എല്ലാം എന്ന് പറയുമ്പോൾ യേശുവും ഒരു സൃഷ്ടിയാണ്, ഒരു ഡെമി ഗോഡ് എന്നുള്ള ഒരു തെറ്റില് അവര് കിടപ്പുണ്ട്. അതുകൊണ്ട് പ്ലാറ്റോയെ 100% സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ പോകും. നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് ആ ഒറിജിനൽ യേശു തന്നെയാണ് മനുഷ്യാവതാരം ചെയ്തിട്ടുള്ളത്. ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ യേശു, ഒറിജിനൽ യേശു മനുഷ്യനായി അവതരിച്ചു. അപ്പോൾ എങ്കിലും പ്ലാറ്റോയെ മനസ്സിലാക്കുമ്പോൾ വസ്തുക്കളുടെ ഉള്ളിൽ കിടക്കുന്ന യുക്തിഘടന, നമുക്കൊരു വാക്കിന്, ഈ ക്രിസ്ത്യാനികൾ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് മെറ്റീരിയലിസ്റ്റുകൾ എന്നാണ്. അപ്പൊ മെറ്റീരിയലിസം, ഐഡിയലിസം എന്ന് പറയുന്നതിന് ആ കാലഘട്ടത്തിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. ആ അർത്ഥം എന്താണെന്ന്, കാരണം ഇപ്പോഴുള്ള അർത്ഥം അതിൽ നിന്ന് വ്യത്യസ്തമാണ് എങ്കിലും ആ കാലഘട്ടത്തിൽ അർത്ഥം മനസ്സിലാക്കിയാലാണ് ക്രിസ്ത്യാനികളെ ഭൗതികവാദികൾ, മെറ്റീരിയലിസ്റ്റുകൾ എന്ന് വിളിക്കാനുള്ള കാരണം മനസ്സിലാവുക. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, വെള്ളത്തിനകത്ത് H2O ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അത് വെള്ളത്തിനകത്തുള്ളതാണോ അതോ മനുഷ്യൻ ബുദ്ധി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ആണോ? അപ്പൊ യഥാർത്ഥത്തിൽ H2O എന്ന് പറയുന്ന ആ കോമ്പിനേഷൻ വെള്ളത്തിനകത്തുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത്തരം ആളുകളെ വിളിക്കുന്ന പേരാണ് മെറ്റീരിയലിസ്റ്റുകൾ. എന്നാൽ അത് ബുദ്ധിയുടെ നിർമ്മിതിയാണെന്ന് പറയുന്നവരാണ് ഐഡിയലിസ്റ്റുകൾ. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്കവർ ചെയ്തെടുത്തിട്ടുള്ളതാണോ? ഡിസ്കവർ ചെയ്യാന്ന് വെച്ചാല് പ്രപഞ്ചത്തിന്റെ കവറ് പൊട്ടിച്ചിട്ട് അതിന്റെ അകത്തുള്ള രഹസ്യം പുറത്തേക്ക് എടുത്തിട്ടുള്ളതാണോ ആണ് ഡിസ്കവർ? അതോ മനുഷ്യൻ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇൻവെന്റ് ചെയ്തിട്ടുള്ളതാണോ? അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു അടിത്തറ, അതായത് മെറ്റീരിയലിസം, ഐഡിയലിസം എന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ അകത്ത് ഇത്തരത്തില് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് ആ കണ്ടെത്തിയത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഏതാണ് എന്നതാണ് ഞാൻ ഇപ്രാവശ്യത്തെ നോട്ടിലെ ആദ്യത്തെ 4 പോയിന്റ്സ് ഇട്ടിട്ടുള്ളത്. അത് 4 ആണ് യഥാർത്ഥത്തില് സയൻസിന്റെ ബേസിസ്. മോഡേൺ സയൻസിന്റെ നിർവചിക്കപ്പെടാത്ത അടിത്തറയാണത്. അത് പ്ലാറ്റോ അല്ല ഡെവലപ്പ് ചെയ്യുന്നത്, അത് പാർമെനൈറ്റ്സ് എന്ന് പറയുന്ന പ്ലാറ്റോയ്ക്ക് മുമ്പുള്ള തത്വചിന്തകനാണ്. അതാണ് സയൻസിന്റെ അടിത്തറ. അതിലൊന്നാമത്തേതാണ് ഒരു നമ്മൾ കണ്ടെത്തിയത് ശരിയാണെന്ന് അറിയണമെങ്കിൽ അത് ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെയാകണം. അതാണ് നമ്മൾ പറഞ്ഞത്, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്ന ആ തത്വത്തിന് വിധേയമാകുകയാണെങ്കിൽ മാത്രമേ അതിനെ ഒരു ട്രൂത്ത് ആയിട്ട് അംഗീകരിക്കുള്ളൂ, ലോ ആയിട്ട് അംഗീകരിക്കുള്ളൂ. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. രണ്ടാമത്തെ കാര്യമാണ് യൂണിവേഴ്സൽ. അപ്പൊ ആ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാല് വെള്ളത്തിനകത്ത് H2O ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ജപ്പാനിലും H2O ആയിരിക്കണം, അമേരിക്കയിലും H2O ആയിരിക്കണം, ആദിവാസി നോക്കിയാലും H2O ആയിരിക്കണം, ക്രിസ്ത്യാനി നോക്കിയാലും H2O ആയിരിക്കണം. അപ്പൊ എല്ലാ സ്ഥലത്തും ബാധകമായത് എന്ന അർത്ഥത്തിലാണ് ആ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അതിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല്, മാത്തമാറ്റിക്സിൽ നമ്മളൊരു ഫോർമുല പഠിച്ചു എന്ന് കരുതുക. ഉദാഹരണത്തിന് എല്ലാം കൂടി കൂട്ടി എത്ര ആളുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ആവറേജ് കിട്ടുക. ആ ആവറേജ് ലോകത്തിലെ ആര് ആ ഫോർമുല അപ്ലൈ ചെയ്താലും സെയിം ഉത്തരം വരും. അങ്ങനെ ലോകത്തിലെ എല്ലായിടത്തും നിലനിൽക്കുന്ന ആയിരിക്കും സത്യം. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അങ്ങനെ യൂണിവേഴ്സൽസ് പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഒറിജിനലി യൂണിവേഴ്സിറ്റീസ്. ശരിക്കും ഈ കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന പേര് തന്നെ ഉണ്ടായിട്ടുള്ളത് റോമൻസ് ായിരുന്നു. ഈ പ്ലാറ്റോ ആയിരുന്നു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്, അക്കാദമി പ്ലാറ്റോയുടെ.
അരിസ്റ്റോട്ടിലിന്റെ ലൈസിയം. ഇതായിരുന്നു രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ AD 400 വരെ നിലനിന്നിരുന്നത്. അപ്പൊ അവരുടെ പ്രിൻസിപ്പിളാണ് ഈ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അതാണ് പിന്നീട് കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന പേര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഈ കാത്തലിക് ചർച്ചിന്റെ ആ പേര് ഒറിജിനലി ചർച്ച് ഉണ്ടാക്കിയിട്ടുള്ളതല്ല, ആ ഗ്രീക്കോ റോമൻ പ്രിൻസിപ്പിൾ അതേപടി ഇങ്ങോട്ട് സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിന്റെ ഏറ്റവും അവസാനത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. യൂണിവേഴ്സല് എല്ലാ പർട്ടിക്കുലറിനും ബാധകമാണോ എന്ന്. അതായത് യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് വ്യക്തിക്കും ബാധകമാണോ എന്ന്. അത് തത്വചിന്തയിലുള്ള വലിയ ഒരു ചർച്ചയാണ് യൂണിവേഴ്സൽ പർട്ടിക്കുലർ. അതെനിക്ക് മനസ്സിലായത് ഹെഗലിനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഹെഗല് ഒരു ഡോക്ടർ ഒരു രോഗിയോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഫ്രൂട്ട് കഴിക്കണം, അതാണ് ഈ രോഗത്തിനുള്ള ചികിത്സ. അങ്ങനെ അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ മാർക്കറ്റ് മുഴുവൻ തെരഞ്ഞിട്ട് ഫ്രൂട്ട് കിട്ടിയില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഞാൻ വരുമ്പോ പൈനാപ്പിൾ ഇരിക്കുന്നു, ഗ്രേപ്സ് ഇരിക്കുന്നു, ആപ്പിൾ ഇരിക്കുന്നു, പ്ലം ഇരിക്കുന്നു, ബെറീസ് ഇരിക്കുന്നു, ഇതൊക്കെ ഞാൻ കണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പീടികയിൽ പോയിട്ട് ചോദിച്ചത് ഫ്രൂട്ട് ഉണ്ടോന്നാണ്. അവരെന്നോട് പറഞ്ഞു ഗ്രേപ്പ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ബനാന ഉണ്ട്, മാംഗോ ഉണ്ട് എന്നൊക്കെ അവര് പറഞ്ഞു. പക്ഷെ എല്ലാവരും പറഞ്ഞു ഫ്രൂട്ട് ഇല്ല എന്ന്. അപ്പോ അത് ഈ ഹെഗലെ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ പറയുന്നതാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, മരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെന്ന് മറുപടി പറയും? മഹാഗണി ഉണ്ട്, തേക്കുണ്ട്, ആഞ്ഞിലിയുണ്ട്, പ്ലാവുണ്ട്, ഇരുമുള്ളുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ മരം ഉണ്ടോ? അപ്പൊ ഈ മരം എന്ന് പറയുന്നതാണ് യൂണിവേഴ്സല്. ആ യൂണിവേഴ്സൽ സാധനം ഓരോന്നിലും പർട്ടിക്കുലർ ആയിട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മോഡേൺ ചിന്തകർ പറയുന്നത് അങ്ങനെ യൂണിവേഴ്സൽ ഇല്ല എന്നാണ്. അതാണ് മോഡേൺ തത്വചിന്തയിലെ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. ഈ ഡെറീഡ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ കോമണാലിറ്റി, യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് ഒരു തടവറയായിട്ട് കാണാണ് അവര്. അപ്പോ തത്വചിന്തയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തർക്കമാണ് യൂണിവേഴ്സലും യൂണിവേഴ്സൽ യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതൊരു ഭാഷാ പ്രയോഗം മാത്രമാണോ, അത് ഓരോ മനുഷ്യനിലും ഈ യൂണിവേഴ്സൽ ഉണ്ടോ? അപ്പൊ ഞാൻ ഒരേ സമയം യൂണിവേഴ്സലാണ് പർട്ടിക്കുലർ ആണ് എന്ന ആ പ്രിൻസിപ്പിൾ സ്വീകരിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ് സഭകൾ ഉന്നയിക്കുന്ന ധാർമ്മിക വ്യവസ്ഥ, രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓരോ മനുഷ്യനും ഒരേ സമയം യൂണിവേഴ്സലാണ്, അതേസമയം പർട്ടിക്കുലർ ആണ്. ഇതിൻ്റെ ഒരു മിക്സ് ആണ് ഓരോ യാഥാർത്ഥ്യവും എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് അവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് വരും. അപ്പൊ ഇതാണ് യൂണിവേഴ്സൽ. അപ്പോൾ സയൻസിലെ ഒരു ലോ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ആദ്യത്തെ 2 കണ്ടീഷനാണ് പറഞ്ഞത്. ഒന്ന്, അത് ട്രൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് അത് ഇറ്റേണൽ ആയിരിക്കണം, 2 അത് എല്ലായിടത്തും ബാധകമായിരിക്കണം. ആ ഫോർമുല ആര് ചെയ്താലും ഒരേ ഉത്തരം വരണം. മൂന്നാമത്തേതാണ് ശരിക്ക് ഞങ്ങളുടെ റിസർച്ച് മെത്തഡോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ എന്നാണ് അതിനെ പറയുക. ഈ പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എൻ്റയർ തിസീസിൽ ആ സ്റ്റേറ്റ്മെന്റിന് വിരുദ്ധമായിട്ട് വരാൻ പാടില്ല. അങ്ങനെ ടോപ്പ് ടു ബോട്ടം കൺസിസ്റ്റൻസി ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു റിസർച്ച് പേപ്പറിന്റെ പ്രധാനപ്പെട്ട ഘടന തന്നെ. അതാണ് ശാസ്ത്രം. അല്ലെങ്കിൽ അതിൽ ശാസ്ത്രമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കോളേജിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പറയുന്ന കഥ ഇതാണ്. നിങ്ങൾ തിസീസ് എഴുതുമ്പോൾ, അപ്പൊ ഞാൻ ഒരു കഥ പറയാണ്. ഒരു അപ്പനും 2 മക്കളും കൂടി വെക്കേഷൻ കാലത്ത് അമ്മാവന്റെ വീട്ടിലേക്ക് പാടത്ത് വരമ്പിലൂടെ പോകുകയാണ്. അന്ന് മഴ പെയ്തത് കൊണ്ട് പാടവരമ്പ് വഴുക്കലുണ്ടായിരുന്നു. അങ്ങനെ ഇവര് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 3ാമത്തെ കുട്ടി വഴുക്കി വെള്ളത്തിലേക്ക് വീണു. അപ്പോ ഇത് പറഞ്ഞ ഉടൻ തന്നെ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ അപ്പ ഐഡന്റിഫൈ ചെയ്യും
സാറേ, ആദ്യം അപ്പനും 2 കുട്ടികളും കൂടി പോകുന്നു എന്ന് പറഞ്ഞ് എങ്ങനെയാണ് 3ാമത്തെ കുട്ടി വെള്ളത്തിൽ വീണത്? അപ്പോ ഈ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. അത് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ അവര് ഇങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുക: എ ഈക്വൽ ടു എ, ബി ഈക്വൽ ടു ബി, എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. യഥാർത്ഥത്തില് മോശ ദൈവത്തെ നിർവചിക്കുമ്പോൾ ഒരു ഫിലോസഫിക്കൽ നിർവചനമാണ് കൊടുക്കുന്നത്. ആരാണ് ഞാൻ? ഹൂ ആം ഐ? ഐ ആം ഹൂ ഐ ആം. ഞാൻ ആരാണോ അവൻ തന്നെയാണ് ഞാൻ. അത് ശരിക്കും പറഞ്ഞാല് ഫിലോസഫിക്കൽ നിർവചനമാണ്. അത് വ്യക്തിനെ അല്ല കാണിക്കുന്നത്, അതൊരു വലിയ തിയറിയാണ് അവിടെ പ്രപ്പോസ് ചെയ്യണത്. എനിക്ക് തോന്നുന്നു തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തില് വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു വാചകമുണ്ട്: ദൈവത്തിന് സ്വന്തം സ്വഭാവത്തെ നിഷേധിക്കുക സാധ്യമല്ല. ആണ് വചനം. ദൈവത്തിന് സ്വന്തം സ്വഭാവത്തെ നിഷേധിക്കുക സാധ്യമല്ല. അതായത് ഒരിക്കൽ ഞാൻ സ്നേഹമാണെന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്നേഹമില്ല എന്ന് വേറൊരു സ്ഥലത്ത് പറയാൻ പാടില്ല. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിളാണ് ഈ ഒരു പ്രിൻസിപ്പിള് ശാസ്ത്രത്തിന്റെ അടിയിൽ കിടക്കുന്നത് കൊണ്ടാണ് പലരും ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വായനയിൽ വരുമ്പോ അന്നത്തെ ദൈവം കോപിക്കുന്നവനും ഇന്നത്തെ ദൈവം സ്നേഹിക്കുന്നവനുമാണെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുക എന്ന ചോദ്യം ചോദിക്കുന്നത് ശാസ്ത്രബോധമുള്ള എല്ലാവരും ആ ചോദ്യം ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് മറുപടി പറയാൻ പറ്റണം. യഥാർത്ഥത്തില് അന്നത്തെ ആളുകൾക്ക് ദൈവം ആരാണെന്ന് മനസ്സിലായിരുന്നില്ല. യേശുക്രിസ്തുവിലൂടെയാണ് അത് വെളിപ്പെട്ടത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് കൺസിസ്റ്റന്റ് ആയിട്ട് എന്തൊക്കെ ഉൽപ്പത്തി പുസ്തകം വരെ ഉണ്ടോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞില്ല എങ്കിൽ ഈ പുതിയ തലമുറ മുഴുവൻ നമ്മളെ ഉപേക്ഷിച്ചു പോകുന്നതിന്റെ കാരണം അതാണ്. കാരണം ശാസ്ത്രം പഠിക്കും തോറും ഈ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ അവരുടെ തലച്ചോറിന്റെ അസ്തിത്വത്തിന്റെ ഭാഗമായിട്ട് മാറും. ഞാൻ ചിലപ്പോൾ ഷിബു പാസ്റ്ററുടെ ഓരോ ക്ലബ് ഹൗസിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ പാസ്റ്റർ ഇത്രേ ചോദിക്കണുള്ളൂ: ഒരാള് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈബിളിന് കോൺട്രഡിക്ടറി ആണോ, അദ്ദേഹം പറഞ്ഞതിന് തന്നെ കോൺട്രഡിക്ടറി ആണോ എന്ന ഒറ്റ കാര്യം ചോദിക്കണുള്ളൂ. ആ ചോദ്യത്തില് അവർക്ക് ബഹളം വെച്ച് തിരിച്ചു പോകേണ്ടതാണ് പല സന്ദർഭങ്ങളിൽ കാണുന്നത്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇപ്പൊ ഞാൻ മാത്തമാറ്റിക്സ് ആണ് ഇപ്പൊ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്തമാറ്റിക്സ് പഠിക്കാൻ വേറെ ഒന്നും വേണ്ട. ആദ്യം തൊട്ട് അവസാനം വരെ പറയുന്നത് കൺസിസ്റ്റന്റ്, അതായത് കോൺട്രഡിക്ടറി അല്ലാണ്ട് മുന്നോട്ട് പോയാൽ ഒരാൾക്ക് ആ വിഷയം പഠിച്ചു കയറാൻ പറ്റും. അത് ആണ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. 4ാമത്തേത് വരുമ്പോ കൊഹിറൻസ് ആണ്. അത് നമ്മുടെ എല്ലാ മേഖലയിലും ആ പ്രവൃത്തിയിലും ഈ സെയിം കാര്യം കാണാനായിട്ട് കഴിയണം. ടോപ്പ് ടു ബോട്ടം കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൊഹിറൻസ്. അതായത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് വെളിപാടിന്റെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായം വരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുകയാണെങ്കിൽ ആ ആർഗ്യുമെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് കൊഹിറന്റ് ആർഗ്യുമെന്റ്. സത്യമാണോ എന്ന് കണ്ടെത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ കൊഹിറൻസ് ആണ്. ഇപ്പൊ ഞങ്ങളുടെ കയ്യിലെ ഒരു തിസീസ് വാല്യൂ ചെയ്ത് കൊടുക്കാനായിട്ട് PhD തിസീസ് വാല്യൂ ചെയ്യാൻ തരും. അത് വാല്യൂ ചെയ്യാൻ തന്നാല് ഞങ്ങൾ വേറെ ഒന്നും പരിശോധിക്കില്ല. ഒന്ന്, അത് വായിച്ചിട്ട് അതിലുള്ള തിയറിയില് കോൺട്രഡിക്ഷൻ ഉണ്ടോ നോക്കും. 2, ആ തിയറിയും അവർ കൊണ്ടുവന്നിട്ടുള്ള എംപിരിക്കൽ എവിഡൻസും തമ്മിൽ കൺസിസ്റ്റൻസി ഉണ്ടോ നോക്കും. 3, നിലവിലുള്ള പഠനങ്ങളും ഇവര് കൊണ്ടുവന്നിട്ടുള്ള ഈ തിസീസും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ നോക്കും. ഈ 3 കോൺട്രഡിക്ഷൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് കൊഹിറന്റ് ആണെന്നാണ്. ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ലോകത്തിലെല്ലായിടത്തും തിസീസുകൾ നോക്കുന്നത്, സയന്റിഫിക് പ്രിൻസിപ്പിൾസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ സത്യം എങ്ങനെ തിരിച്ചറിയാമെന്ന് BC 5-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഒക്കെ വികസിപ്പിച്ച് വെച്ച ഈ മാനദണ്ഡങ്ങൾ തന്നെയാണ് ശാസ്ത്രത്തിന്റെ അടിയിൽ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് സത്യം എന്താണെന്ന് നമ്മൾ പറയുന്നത്. ഇക്കാര്യത്തെ 100% അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ
ശിഷ്യന്മാരും ശിഷ്യന്മാര്, അപ്പസ്തോലന്മാര്, പുതിയ നിയമം എഴുതിയിട്ടുള്ളത് എന്നതാണ് പുതിയ നിയമത്തിന്റെ മനോഹാരിത. ഒരിക്കലും കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയില്ല. അത് കാണാൻ കഴിയാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ അത് കാണണം, അല്ലെങ്കിൽ നമുക്ക് ആ കോൺട്രഡിക്ഷൻ കാണും. അപ്പൊ ആ കോൺട്രഡിക്ഷൻ കാണാത്ത വിധം നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോഴാണ് ഒരിക്കലും വിട്ടുപോകാതെ നമ്മൾ ഈ വിശ്വാസത്തോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ പഴയ കാലത്ത് എന്തുകൊണ്ട് ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ ക്രിസ്തു മതത്തെ പുൽകി അവര് രക്തസാക്ഷിയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവര് ടോപ്പ് ടു ബോട്ടം കൺസിസ്റ്റൻസിയും കൊഹിറൻസും പിന്നെ അതുപോലെ തന്നെ അതിന്റെ യൂണിവേഴ്സൽ വാലിഡിറ്റിയും കണ്ടതുകൊണ്ടാണ് അവര് ഈ പ്രിൻസിപ്പിൾസ് സ്വീകരിച്ചത്. ഇനി ഈ പ്രിൻസിപ്പിൾസിന്റെ അടിത്തറയില് പിന്നീടാണ് അവര് ഡെവലപ്പ് ചെയ്യണത്. നമ്മുടെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല് വെള്ളത്തെ സംബന്ധിച്ചും അയണിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റു ഭൗതിക വസ്തുക്കളെ സംബന്ധിച്ചും ഒക്കെ ഈ യൂണിവേഴ്സൽസ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല് ഈ യൂണിവേഴ്സല് മനുഷ്യന്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഗ്രീക്കുകാരനെന്നോ ഗലാത്തിയനെന്നോ ഇന്ത്യക്കാരനെന്നോ പാർത്തിയക്കാരനെന്നോ റോമക്കാരനെന്നോ വ്യത്യാസമില്ലാതെ, ഇതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഇവരാരും വ്യത്യാസമില്ലാതെ നമ്മുടെ ഉള്ളില് യേശു ക്രിസ്തു എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ആ ചോദ്യത്തെ അതാണ് പിന്നീട് നീതിബോധമായിട്ടും മൊറാലിറ്റി ആയിട്ടും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓരോ യാഥാർത്ഥ്യത്തെ കുറിച്ച് കാണുന്ന ഈ സത്യം ഒരു സാമൂഹിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് നമ്മെ കൊണ്ട് കഴിയുമ്പോഴാണ്. അങ്ങനെയാണ് ഈ പ്ലാറ്റോ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥം എഴുതുന്നത്. അപ്പോ ഈ പ്ലാറ്റോയുടെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തത്വചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പലരും വിചാരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ശാസ്ത്രത്തിന് വേണ്ട കാര്യങ്ങളും മാത്രം അതിലെഴുതി എന്നാണ് നമ്മുടെ തെറ്റിദ്ധാരണ. പക്ഷെ തത്വശാസ്ത്രത്തിന്റെ അടിത്തറയിലാണ് ഇപ്പോ ഇന്ത്യ അല്ലെങ്കിൽ ഈ പൗരസ്ത്യ രാജ്യങ്ങൾ എന്തുകൊണ്ട് വികസിക്കുന്നില്ല എന്നതിന്റെ അടിത്തറ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ഈ പൗരസ്ത്യ രാജ്യങ്ങളിലെ പൊളിറ്റിക്കൽ ഫിലോസഫി എന്നത് ഒരു ഒരിടത്തും വികസിച്ചു വന്നിട്ടില്ല. അത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. പൊളിറ്റിക്കൽ ഫിലോസഫി, എന്താണ് രാഷ്ട്രം, എന്തിനാണ് രാഷ്ട്രം, എങ്ങനെയാണ് രാഷ്ട്രം, ഭരണാധികാരി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത വരാത്തതിന്റെ കാരണം ഫിലോസഫി അതങ്ങനെ തന്നെ മനുഷ്യാന്വേഷണത്തിലേക്ക് ഇവര് മാറ്റി, ഈ ഗ്രീക്കുകാര് മാറ്റി. അങ്ങനെയാണ് എന്താണോ ഭൗതിക വസ്തുക്കളുടെ സത്യത്തെക്കുറിച്ചുള്ള സ്വഭാവം അതിനനുസരിച്ച് തന്നെ മനുഷ്യന്റെ ഉള്ളില് യൂണിവേഴ്സൽ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ വെള്ളം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് ഉണ്ടാക്കുന്നത്, ഈ കണ്ടെത്തിയതിനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത്. അവർ ഈ പൈതഗോറസിന്റെ തിയറി അനുസരിച്ചിട്ടാണ് കെട്ടിടങ്ങൾ പണിയുന്നത്. അതിന്റെ ഇപ്പോ നമ്മൾ ആശാരി കണക്കെന്ന് പറയും. ഈ ആശാരി കണക്കെന്ന് പറയുന്നത് ആശാരിമാര് മൂത്താശ്ശേരിക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. ഇത് അതേപടി എഴുതി വെച്ചിട്ടുള്ളതാണ്. കോസ് തീറ്റ, സൈൻ തീറ്റ, ടാൻ തീറ്റ എന്ന് പറയുന്ന ആ അളവുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത്തരത്തിലെ യൂണിവേഴ്സൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് മനുഷ്യനിലുണ്ടെങ്കിൽ അതന്വേഷിച്ച് കണ്ടെത്തുകയും അതിനനുസരിച്ച് സമൂഹത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ആ മെത്തേഡിനെ പറയുന്ന പേരാണ് ഹ്യൂമനിസം. അപ്പോ ഇത് വളരെ ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നിട്ടുള്ള ആ നോട്ടിൽ എഴുതിയിട്ടുള്ള പോലെ മാൻ ഈസ് ദ മെഷർ ഓഫ് എവരിതിങ്. അപ്പൊ മാൻ ഈസ് ദ മെഷർ ഓഫ് എവരിതിങ് എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും. നമ്മളെല്ലാ മനുഷ്യന്മാരുടെ സ്വഭാവത്തിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പൊ മാൻ എന്ന് പറഞ്ഞാൽ KM ഫ്രാൻസിസ് ആണോ മാൻ? ഷിബു പാസ്റ്റർ ആണോ മാൻ? സുജിത്ത് ആണോ മാൻ? മാത്യു ആണോ മാൻ? ആരാണ് മാൻ?
അപ്പൊ അവർക്ക് ഒരു അന്വേഷണം ആരംഭിച്ചു. അതാണ് ഗ്രീസിലെ ഡൽഫി ക്ഷേത്രത്തിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്, ഹേ മാൻ നോ ദൈസെൽഫ്. ഞാൻ വളരെ ബുദ്ധിമുട്ടി ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അന്വേഷണം ഇതായിരുന്നു, ഈ എക്കണോമിക്സിലെ തിയറി ഒക്കെ ഇവരെവിടെ നിന്നാണ് ഉണ്ടാക്കിയതെന്ന്. അത് അവർക്ക് മാത്രമായിട്ട് ആരെങ്കിലും വെളിപ്പെടുത്തി കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ അവർ ഏത് സൂത്ര വഴി ഉപയോഗിച്ചിട്ടാണ് അവര് ഇത് കണ്ടെത്തണേന്ന് വർഷങ്ങള് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് കുറെ വർഷം ഞാൻ അന്വേഷിച്ചു. പിന്നീടാണ് അവർ മനസ്സിലായത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു തിയറി ഞാൻ പറഞ്ഞുതരാം. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് ആ തിയറി. ആ തിയറിയുടെ ബേസിലാണ് ക്യാപിറ്റലിസ്റ്റ് തിയറിയുടെ ഒരു വലിയൊരു ഭാഗം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആ തിയറി ഇത്രയേ ഉള്ളൂ, ഒരു മനുഷ്യന് ഒരേ വസ്തു തന്നെ കൂടുതൽ കൂടുതൽ കൊടുക്കും തോറും അതിനോടുള്ള അവന്റെ താല്പര്യം കുറഞ്ഞു വരും എന്നാണ് ഈ തിയറി. ഇപ്പൊ നമുക്ക് നമ്മുടെ കൊച്ചുകുട്ടിക്കാലത്ത് ഒരു വാച്ച് കിട്ടി, അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാവും. ആദ്യം അപ്പൻ വാച്ച് വാങ്ങിച്ചു തന്നിട്ട് ഞാൻ കോളേജിലേക്ക് പോകുമ്പോ ഈ കൈയൊന്ന് ഉയർത്തി പിടിച്ചിട്ടാണ് പോണത്. കാരണം എന്റെ വിചാരം എല്ലാവരും ഇതുമ്പിലേക്ക് നോക്കുന്നു എന്നാണ്. പക്ഷെ അത് കഴിഞ്ഞ് ജോലി കിട്ടി 1, 2, 3 വാച്ച് കിട്ടി കഴിയുമ്പോ ആ വാച്ചിനോടുള്ള താല്പര്യം പോവാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഒരു ചുരിദാർ വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി, 5 കിട്ടി കഴിയുമ്പോൾ അതിനോടുള്ള താല്പര്യം കുറഞ്ഞു വരും. ഇതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇത് ആദ്യം അന്വേഷിച്ചത്, ആദ്യം തിയറി പഠിക്കണേ, ഇത് എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയത്. അപ്പോഴാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്, ഞാനെന്ന മനുഷ്യൻ, സുജിത്ത് എന്ന മനുഷ്യൻ, ഷിബു പാസ്റ്റർ എന്ന മനുഷ്യൻ, ഇങ്ങനെ എല്ലാ മനുഷ്യരെയും നോക്കിക്കൊണ്ട് അവരിലെല്ലാവരിലുമുള്ള പൊതു സ്വഭാവത്തെ, കോമൺ ബിഹേവിയറിനെ ആണ് ലോ ആയിട്ട് എടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു മെത്തഡോളജിനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന്. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാല് നമ്മൾ എല്ലാറ്റിനും ഒബ്സർവ് ചെയ്തിട്ട് ആ ഒബ്സർവേഷന്റെ ഉള്ളിൽ നിന്ന് പൊതുവായത് തെരഞ്ഞെടുത്തിട്ടാണ് ഇവരെ എന്ത് ചെയ്യണത്, തിയറീസ് ഉണ്ടാക്കണേ. അപ്പൊ എല്ലാ തിയറിയുടെയും റൂട്ട് കിടക്കണത് പുസ്തകത്തിലല്ല തിയറി ഇരിക്കുന്നത്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഇരിക്കുന്നത് പുസ്തകത്തിലല്ല, എൻ്റെ ഹൃദയത്തിലാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കൂടുതൽ വില വന്നാൽ ഉടൻ നമ്മൾ വാങ്ങുന്നത് കുറയ്ക്കും, വില കുറഞ്ഞാൽ ഉടൻ തന്നെ വാങ്ങുന്നത് കൂട്ടും. ഇതെവിടെയാണ്? പുസ്തകത്തിലല്ല ഈ നിയമം ഇരിക്കുന്നത്. ഈ 740 കോടി ജനങ്ങൾ ഭൂമിയിലുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും സ്വഭാവത്തിന്റെ ഭാഗമാണ്. അങ്ങനെ മനുഷ്യ സ്വഭാവത്തിലെ യൂണിവേഴ്സലുകളെ കണ്ടെത്തി ആ യൂണിവേഴ്സലുകളെ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ആ സമ്പ്രദായത്തിനെ പറയുന്ന പേരാണ് ശരിക്ക്. അതുകൊണ്ടാണ് ഇതിനെ ഹ്യൂമൻ സയൻസസ്, പിന്നെ സൊസൈറ്റിനെ കുറിച്ചാണെങ്കിൽ സോഷ്യൽ സയൻസസ് എന്ന പേരിലേക്ക് വരാനായിട്ടുള്ള കാരണം. അപ്പോ വീണ്ടും ഞാൻ പറയാണ്, എക്കണോമിക്സ് ആയാലും പൊളിറ്റിക്സ് ആയാലും എത്തിക്സ് ആയാലും ഇവര് നോക്കിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യാന്വേഷണമാണ്. ആ മനുഷ്യാന്വേഷണത്തില് അതാണ് ഫിലോസഫിയിലെ ഏറ്റവും ആദ്യം ഞാൻ ആരംഭിച്ചു. 1, പ്രകൃതി വസ്തുക്കളുണ്ട്. 2, മനുഷ്യനുണ്ട്. 3, മനുഷ്യനിർമ്മിത വസ്തുക്കളുണ്ട്. അപ്പൊ ഫിലോസഫിയുടെ അന്വേഷണം ഈ ഭൗതിക വസ്തുക്കളിൽ നിന്ന് ക്രമേണ ആരിലെത്താണ്? മനുഷ്യനിലെത്താണ്. അപ്പൊ ഇപ്പൊ ഇന്ത്യക്കാര് ഒരു വാചകം പറഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്കറിയാം. എന്താണ്? ആത്മജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ എഴുതി വെച്ചത് ഡൽഫി ക്ഷേത്രത്തിന്റെ മുകളില്, ഹേ മാൻ നോ ദൈസെൽഫ്. മനുഷ്യ, നീ നിന്നെ തന്നെ അറിയുക. എന്നിട്ട് ആ നിന്നെ തന്നെ അറിഞ്ഞിട്ട് നിങ്ങളിലുള്ള കോമൺ ബിഹേവിയറിനെ സൊസൈറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ആ സംവിധാനത്തിന് പറയുന്ന പേരാണ് യഥാർത്ഥത്തില് ഹ്യൂമനിസം.
സത്യം പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിലെ ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ലോകത്തിലുള്ള കലഹങ്ങൾ ഇല്ലാതായി തീരുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ചോദ്യം ചോദിക്കും, ആരാണ് മനുഷ്യൻ? ഇവിടെ ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കർത്താവിനെ മനസ്സിലാക്കണമെങ്കിൽ പിലാത്തോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട്, എച്ച് ഹോമോ, ഇതാ മനുഷ്യൻ. അപ്പോ യഥാർത്ഥത്തില് യേശുവിൽ പ്രകാശിതമാകുന്നത് ദൈവം ആരാണെന്ന് മാത്രമല്ല, യേശുവിൽ പ്രകാശിതമാകുന്നത് മനുഷ്യൻ ആരാണ് എന്നതിന്റെ പൂർണ്ണ ചിത്രമാണ്. അപ്പൊ പ്ലാറ്റോ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇവിടെയുള്ളതെല്ലാം ഒറിജിനലിന്റെ കോപ്പിയാണ്. അപ്പൊ ഞാനെന്ന മനുഷ്യൻ ഏത് ഒറിജിനലിന്റെ കോപ്പിയാണ്? ഞാനെന്ന മനുഷ്യൻ ക്രിസ്തു എന്ന ഒറിജിനലിന്റെ കോപ്പിയാണ്. അപ്പൊ മനുഷ്യാന്വേഷണത്തിന് മുതിർന്ന ഗ്രീക്കുകാരോട് അവര് പറയുന്ന മറുപടിയാണ്, ശിഷ്യന്മാര്, എനിക്ക് അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ അവർക്കൊന്നും ഇത് എഴുതാൻ തന്നെ പറ്റില്ല. ഇപ്പോ പീലിപ്പോസിന്റെ ഒരു ചോദ്യമുണ്ട്, ഗ്രീക്കുകാരെ അന്വേഷിച്ചു വരുന്നു, അവര് നിന്നെ കാണാൻ വരുന്നു. അപ്പോ അവര് ചോദിക്കുന്ന, പീലിപ്പോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവെ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക. അപ്പൊ ഈ പിതാവിനെ കാണിച്ചു തരാൻ പറയുമ്പോ യേശു പറഞ്ഞ മറുപടി, എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു. നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്താണ്? യേശുവിനെ കാണുന്നവൻ പിതാവായ ദൈവത്തെ കാണുന്നു, യേശുവിനെ കാണുന്നവൻ പിതാവായ ദൈവത്തെ കാണുന്നു. പക്ഷെ ഗ്രീക്ക് ഫിലോസഫിയുടെ പശ്ചാത്തലത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിച്ചു നോക്കണം. കാരണം ഞാൻ ഒരു കണക്ഷൻ പറയാം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ കിട്ടണില്ല എന്നൊന്ന് നോക്കിയോളോ കേട്ടോ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ. ഞാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരുടെ ചായല? ദൈവത്തിന്റെ. അപ്പോ യഥാർത്ഥത്തില് ആദാമിനെ ഹവ്വ കാണുമ്പോഴും ഹവ്വേനെ ആദാം കാണുമ്പോഴും അവര് ശരിക്ക് ആദാമിന്റെ മുഖത്ത് കാണുമ്പോ ദൈവത്തെ കാണണം. അതാണ് പൗലോസ്ലീഹ പറയണേ, ഇത് രണ്ടാമത്തെ ആദമാണ്. ആദ്യമുള്ളവൻ ഭൗമികനാണ്, ഇപ്പുള്ളവൻ സ്വർഗീയനാണ്. അപ്പൊ ആദം എന്ന വാക്കിന്റെ അർത്ഥം ഒരു ആൻസെസ്റ്റർ എന്നുള്ളതിനുപരി പൗലോസ്ലീഹ അവിടെ ഉപയോഗിക്കുന്നത് മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്, മനുഷ്യൻ. അപ്പോ ഭൗമികനായ മനുഷ്യനും ആത്മീയനായ മനുഷ്യനും. അപ്പോ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവന് ആദിപാപം മൂലം നഷ്ടപ്പെട്ടത് എന്താണ്? ആ ഛായ ടാർണിഷ്ഡായി. അപ്പൊ അവൻ കാണിക്കുന്ന കോപ്രായങ്ങളും അവന്റെ തിന്മകളും എന്ന് പറഞ്ഞാൽ, ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, മനുഷ്യൻ മൃഗത്തെ പോലെയാണ് പല കാലഘട്ടത്തിലും ജീവിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ യുദ്ധം ചെയ്യുക, അടിമയാക്കുക, പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുക, കൊള്ളയടിക്കുക, ഇതൊക്കെ ദൈവം പറഞ്ഞിട്ടാണെന്ന് പറയുക. ഇങ്ങനെയുള്ള ഒരു സംസ്കാരം, കാട്ടാള സംസ്കാരത്തിൽ നിന്ന് ആണ് നമ്മൾ മാറി വന്നിട്ടുള്ളത്. അപ്പൊ ആ കാട്ടാള സംസ്കാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒറിജിനൽ പദ്ധതിയല്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആദിമ മനുഷ്യൻ, ആ ആദിമ മനുഷ്യന്റെ ഒരു ഇന്നസെൻസ് ഉണ്ട്. അവൻ ക്രിസ്തുവിന് സമാനനാണ്. അവനെങ്ങനെ പെരുമാറണ്ടേ എന്നുള്ളത് ദൈവത്തെ നിഷേധിച്ചപ്പോ നഷ്ടപ്പെട്ടു പോയി. അനുസരണക്കേട് മൂലം ഞാൻ മനുഷ്യനല്ലാതായി തീർന്നവൻ. അപ്പൊ യഥാർത്ഥത്തില് അവന് ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഛായ, സാദൃശ്യം, അവന്റെ സ്വഭാവം എന്താണ്, ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം, ഞാൻ തന്നെയാണോ ഒറിജിനൽ? ഇപ്പൊ ഫ്രാൻസിസ് മാഷാണ് മനുഷ്യൻ എന്ന് നിർവചിക്കാൻ പറ്റുമോ? പറ്റണില്ല. അപ്പൊ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഛായയിലാണ് സൃഷ്ടിച്ചത് കൊണ്ട് അവൻ ദൈവത്തെ നോക്കണം. ഈ ഓറിയന്റൽ സഭാ പാരമ്പര്യങ്ങളില്, യാമപ്രാർത്ഥനകളില് ചില പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്, കർത്താവെ, അങ്ങയുടെ മുഖം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം. ഇത് സങ്കീർത്തനത്തിലുണ്ട്, പല പ്രാർത്ഥനകളിലുണ്ട്. അപ്പൊ എന്തിനാണ് ദൈവത്തിന്റെ മുഖം വെളിപ്പെടുത്തേണ്ടത്?
ദൈവം ദൈവത്തിന്റെ മുഖം വെളിപ്പെടുത്തേണ്ടതിന്റെ കാരണം എനിക്ക് എന്നെ കാണണമെങ്കിൽ എനിക്ക് ആരെ കാണണം? ദൈവത്തെ കാണണം. കാരണം എനിക്ക് ദൈവം തന്നിട്ടുള്ളത് ദൈവത്തിന്റെ ഛായയാണ്. അപ്പൊ ഞാൻ എങ്ങനെ പെരുമാറണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ മറ്റുള്ളവരോട് എങ്ങനെ ബന്ധപ്പെടണം എന്ന് എനിക്ക് തിരിച്ചറിയണമെങ്കിൽ, ഹൂ ഈസ് മാൻ എന്ന് എനിക്കറിയണമെങ്കിൽ, ഹൂ ഈസ് ഗോഡ് എന്ന് എനിക്കറിഞ്ഞാല്, കാരണം ദൈവം എന്നെ അതേപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദൈവം സ്നേഹത്തിൽ നിന്ന് സൃഷ്ടിച്ചു. എന്തിനെ? സ്നേഹിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ ഛായയിലാണ് ദൈവത്തെ കാണുക. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരാൻ വരുന്നത് ദൈവത്തിന്റെ മുഖഛായയാണ്. എന്തിന്? ഇതാണ് ചോദ്യം. ഒരു ഗ്രീക്കുകാരൻ പറയും, ഓ യേശുവേ, നിന്നെ കാണുമ്പോൾ ഞാൻ ദൈവത്തെ മാത്രമല്ല കാണുന്നത്, ഞാൻ എന്നെ കൂടി കാണുന്നു. ഇതാണ് അപ്പോ യേശു യഥാർത്ഥത്തില് നമുക്ക് കാണിച്ചു തരുന്നത് ആരാണ് മനുഷ്യൻ, ആരാണ് നീ എന്ന് ശരിക്കും കാണിച്ചു തരാണ്. അതുകൊണ്ട് നമ്മൾ ആ പീലിപ്പോസ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, യേശുവെ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക. അപ്പൊ യേശു പറയുന്ന, എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു. അപ്പൊ നമ്മൾ പറയേണ്ട മറുപടി, ഓ യേശുവെ, നിന്നെ കാണുമ്പോൾ പിതാവിനെ മാത്രമല്ല, ഞാൻ എന്നെ കൂടി കാണുന്നു. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തില് ആ വചനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഏത്? ഓ യേശുവെ, ഞാൻ ആരാണെന്ന് നീ എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്ന വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്ലാതെ മറ്റുള്ളവർക്ക് എഴുതാൻ കഴിയില്ല. കാരണം ഇതൊരു ഗ്രീക്ക് പശ്ചാത്തലത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ എഴുതി വന്നിട്ടുള്ളത്. അതെവിടെയാണെന്ന് വെച്ചാല്, സമരിയക്കാരി സ്ത്രീയുടെ ആ ഡയലോഗ്, ആ സംഭാഷണം നിങ്ങൾ പരിശോധിക്കുക. അതിൻ്റെ ഉള്ളില് സമരിയക്കാരി സ്ത്രീ മറ്റുള്ളവരോട് പറയാണ്, ഞാൻ ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരുവനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു. ഈ വചനത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്നും ഇപ്പൊ അവളുടെ ഭർത്താവല്ല എന്നും എന്നുള്ള വ്യാഖ്യാനത്തിൽ നമ്മൾ ഒതുങ്ങിപ്പോവാണ്. ഇതിന്റെ റിയൽ ഡെപ്ത് കെടുക്കുന്നത് ഒരു മനുഷ്യൻ ആരാണെന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തി തരുന്ന ആളാണ് ആര്? യേശു ക്രിസ്തു. അതുകൊണ്ടാണ് നിക്കാ സുനഹദോസ് മുതൽ നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന കാര്യം, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഞാൻ ഈ ലിറ്റർജി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നെസ്തോറിയസിന്റെ അനാഫറ അതില് ഒരു ഭാഗം എടുക്കുന്നുണ്ട്. അത് ഫിലിപ്പിയ ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ നിന്നാണ്. പിതാവിനോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി സ്ത്രീയിൽ നിന്ന് ജാതനായി, അടുത്ത ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളോ, പരിപൂർണ മനുഷ്യനായി. അതാണ് പെർഫെക്റ്റ് മാൻ. അപ്പൊ പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന ഇത് ആര് എന്ന ചോദ്യത്തിന് ലോകത്ത് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, യേശു ക്രിസ്തു. അപ്പൊ ഹ്യൂമനിസം, അപ്പൊ ഈ ശരിതെറ്റിനെ നിർണയിക്കാനുള്ള മാനദണ്ഡമേത്? മനുഷ്യൻ. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ ഹ്യൂമനിസത്തിന്റെ അടിത്തറ. എങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ വളർന്നു എന്നുള്ളതിന്റെ ബോധം ഇന്ന് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. യൂറോപ്പ് ഇത്ര മനോഹരമായത്, പക്ഷെ എങ്കിലും ചില ഡോക്കിൻസിനെ പോലുള്ള നിരീശ്വരവാദികള് പറയുന്നത് ക്രിസ്ത്യൻ കൾച്ചറിൽ ജീവിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അത് ആ ക്രിസ്ത്യൻ കൾച്ചർ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ക്രിസ്തു എന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മനുഷ്യത്വത്തെ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ തലത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പരിശ്രമിച്ചതിന്റെ ഒരു പേരാണ് റിനൈസാൻസ്. അപ്പോ റിനൈസാൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതൊരു ക്രിസ്ത്യൻ പ്രൊജക്റ്റാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് വരാം. അപ്പൊ ഈ ക്രിസ്ത്യൻ പ്രൊജക്ടിന്റെ ഏറ്റവും അടിത്തറയിൽ കിടക്കുന്ന ഇപ്പൊ നിങ്ങൾക്ക് ഹ്യൂമനിസം എന്താണെന്ന് മനസ്സിലായി.
ആരാണ് മനുഷ്യൻ എന്ന് അന്വേഷിക്കണം. ആ അന്വേഷണം ഇപ്പോഴും നമ്മുടെ പൂർത്തിയായിട്ടില്ലേ? ആ അന്വേഷണത്തില് ക്രിസ്തുമതം തന്നിട്ടുള്ള ഉത്തരാണ്. അപ്പോ അങ്ങനെ അന്വേഷിച്ച് അവര് കുറെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഉത്തരങ്ങളും യേശുക്രിസ്തു പറയുന്നതും കൺസിസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് ഗ്രീക്കോ റോമൻ ചിന്തകളുള്ള ഉന്നത കുലജാതരായിട്ടുള്ള സെനറ്റർമാരും രാജാവിനെ അസിസ്റ്റ് ചെയ്യുന്നവരും, എന്തിനേറെ രാജാവ് പോലും ഈ വിശ്വാസത്തിലേക്ക് വരാനുണ്ടായ കാരണം അന്നത്തെ സഭാപിതാക്കന്മാർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ട് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ആ കപ്പാസിറ്റി ഇന്നുള്ള തലമുറയ്ക്ക് ഉണ്ടായാൽ മാത്രമേ സുവിശേഷം ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ മനുഷ്യനാര് എന്ന് പറയുമ്പോ നമ്മുടെ ചുറ്റും കാണുന്ന മനുഷ്യനല്ല, നമ്മളൊരു കോപ്പിയാണ്. ആരുടെ കോപ്പി? അതിന്റെ ഒറിജിനലാണ് യേശുക്രിസ്തു. അവനാണ് ആദ്യമേ ഉണ്ടായിരുന്ന ആദം. അപ്പൊ ആദം എന്ന വാക്ക് നമ്മൾ ആദത്തിന്റെ പരമ്പരയിലാണ് എന്ന് പറയുമ്പോ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആദം എന്ന അപ്പാപ്പൻ, അതിന്റെ മകൻ അങ്ങനെയാണ്. പക്ഷെ പൗലോസ്ലീഹയ്ക്ക് അങ്ങനെ ഒരു ധാരണയില്ല. പൗലോസ്ലീഹയെ സംബന്ധിച്ച് ആദം എന്ന് പറയുന്നത് മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യൻ, പെർഫെക്റ്റ് മാൻ. ആ മനുഷ്യൻ തെറ്റ് ചെയ്തു, പാപത്തിൽ വന്നു, അവന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു. അപ്പൊ രണ്ടാമത്തെ ആദം, രണ്ടാമത്തെ മനുഷ്യൻ യേശുക്രിസ്തു. കൊളോസൂസ് ലേഖനത്തിൽ പറയുന്നത് പോലെ അവൻ പിതാവായ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇമേജ് ആണ്, ടോട്ടൽ ഇമേജ്. അപ്പൊ അതുകൊണ്ട് അവൻ ആദിജാതനാണ്, നമ്മുടെ ആദ്യത്തെ സഹോദരനാണ്. അപ്പൊ അവൻ എന്ന മാനദണ്ഡത്തുമ്മേ ഈ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാല് ക്രിസ്ത്യൻ ഹ്യൂമനിസം. അതിലേക്ക് എങ്ങനെ വന്നു എന്നതിനു മുൻപ് ഇവരെ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും സോക്രട്ടീസും ഒക്കെ ഇരുന്ന് ആലോചിച്ച് എങ്ങനെ ഇതിനെ ഒരു സാമൂഹിക ജീവിതമായിട്ട് മാറ്റി എന്നുള്ളത് നമുക്ക് അടുത്ത നിമിഷങ്ങളിൽ ചർച്ച ചെയ്യാം. അപ്പൊ എൻ്റെ രണ്ടാമത്തെ ഇന്ന് തന്ന നോട്ടിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ആരാണ് മനുഷ്യൻ എന്ന് അന്വേഷിക്കുകയും അതിലെ മനുഷ്യത്വം കണ്ടെത്തി ആ മനുഷ്യത്വത്തിനനുസരിച്ച് നിയമമുണ്ടാക്കി ആ നിയമത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിയാണ്. യേശു പറഞ്ഞില്ലേ, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിപ്പിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങളോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങളുടെ നീതി ഫരീസയരുടെ നീതിയെ അതിജീവിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നാണ് അതിലെ വചനം. ഞാൻ പറയാം, സ്വർഗരാജ്യം സൃഷ്ടിക്കുക നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. മലയിലെ പ്രസംഗത്തില് യേശു പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവര് സംതൃപ്തരാക്കപ്പെടും. അന്ത്യവിധി ദിവസത്തില് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതി, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് നിങ്ങൾ അകന്നു പോകും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വിശുദ്ധ ഗ്രന്ഥത്തില് ദൈവമായിട്ടുള്ള ബന്ധം, അതുമായിട്ടുള്ള അകൽച്ച, പാപം, പാപമോചനം, അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നത് മനുഷ്യൻ, നീതി, അത് കഴിഞ്ഞ് പിന്നെ രാഷ്ട്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു എന്നറിയില്ല, ഈ വിശുദ്ധ തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. പക്ഷെ അത് രാഷ്ട്രീയ പ്രഖ്യാപനമാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അന്നത്തെ സംസ്കാരത്തില് ഉള്ള അഭിസംബോധനകള് നമുക്ക് മനസ്സിലാവണം. അന്ന് ജനങ്ങള് രാജാക്കന്മാരെ വിളിച്ചിരുന്നത് എന്റെ അഭിസംബോധനയാണത്. സീസറിനെ കണ്ടാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി ആദ്യം പറയണം, എന്ത്? എന്റെ കർത്താവേ, എന്റെ ദൈവമേ. എന്തുകൊണ്ട് ഗീവർഗീസ് വധിക്കപ്പെട്ടു? ഇത് പറയാൻ അവര് തയ്യാറല്ല. ഈ തോമസ് ലീഗ പറഞ്ഞ പോലെ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് അവര് യേശുവിനെ നോക്കിയിട്ടാ പറയണേ. അതാണ് രാജാക്കന്മാര്. അപ്പോ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കേന്ദ്രത്തിൽ കിടക്കുന്ന രാഷ്ട്രീയ പ്രമേയമാണ് യഥാർത്ഥത്തില് തോമസ് ലീഗയുടെ വിശ്വാസ പ്രഖ്യാപനം എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. ഞാൻ അടുത്താണ് ഒരു അച്ഛന്റെ പ്രസംഗത്തിൽ കേട്ടത്.
മാതാവിന്റെ മറിയത്തിന്റെ മാഗ്നിഫിക്കാത്ത് ബ്രിട്ടനിൽ നിരോധിച്ചിരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ? കർത്താവ് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. അവർ അഹങ്കാരികളായ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ താഴെ ഇറക്കി എളിയവരെ അവിടുന്ന് ഉയർത്തി. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വെസ്റ്റേൺ യൂറോപ്പിലുള്ള നമ്മുടെ ആദ്യകാല ആളുകൾക്ക് പലർക്കും മനസ്സിലായത് കൊണ്ടാണ് അവിടെ ജനാധിപത്യവും ഇതൊക്കെ ഉണ്ടായത്. എന്നാൽ ബാക്കി രാജ്യങ്ങളിലെ ക്രൈസ്തവർ പോലും ഈ ഒരു ചിന്തയിലേക്ക് വന്നിട്ടില്ല. ആ ചിന്തയിലേക്ക് വരുന്നത് ഇപ്പോ നമുക്കറിയാം, അമേരിക്ക ഏറ്റവും പ്രോഗ്രസ്ഡ് ആയിട്ടുള്ള രാജ്യമാണെങ്കിലും അമേരിക്കയില് ഉള്ള ക്രൈസ്തവ വിശ്വാസികള് വിവിധ വിഭാഗങ്ങളിൽ പെട്ടവരാണെങ്കിൽ പോലും അവര് ഹൈലി ഡീപ്പായിട്ടുള്ള വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകളാണ് അവിടെയുള്ളവര്. അതുണ്ടായതിന്റെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കിടക്കുന്നത് ഇവിടെ നിന്നുള്ള ഒരു വളർച്ചയുണ്ട്. അതിലേക്ക് നമുക്ക് അടുത്ത ദിവസം ആകുമ്പോഴേക്കും നമുക്ക് എത്തിച്ചേരാം. അപ്പോ ഇങ്ങനെ നീതി എന്താണ്, സമൂഹം എന്താണ്, രാഷ്ട്രം എന്താണ് എന്ന് നമ്മൾ ആദ്യമായിട്ട്, ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റണില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു പാരഗ്രാഫ് ഇതാണ്: ഞാൻ ഇടയന്മാർ ആടുകളെ തിന്നുന്നത് മോശ ഇടയന്മാരാണ്. ഇടയന്മാർ കാവൽ നിൽക്കണം, മാത്രല്ല കള്ളൻ വരുമ്പോ അവനാണ് സംരക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് യേശു അവസാനം പറയാണ്, ഞാൻ നല്ല ഇടയനാണ്. ഞാൻ പ്ലാറ്റോയുടെ റിപ്പബ്ലിക് വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പാരഗ്രാഫ് അതേപടി റിപ്പബ്ലിക്കിൽ കിടപ്പുണ്ട്. ഒരു വാചകമില്ല. ഏതാണ്? ഞാൻ നല്ല ഇടയനാണ്. അപ്പൊ നല്ല ഇടയൻ ആരാണ് എന്നതിന്റെ നിർവചനം എടുക്കുന്നത് ഈ പ്ലാറ്റോയുടെ റിപ്പബ്ലിക്കാണ്. അതിൽ നിന്നാണ് ഇത് നേരിട്ട് എടുത്തിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് യേശു പറയുന്നത് ഞാൻ നല്ല ഇടയനാണെന്ന്. ഇങ്ങനെ ഒരു സാമ്യം കാണുന്നത് കൊണ്ടാണ് 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ചില ചിന്തകന്മാര് വിമർശിച്ചു, ഇത് വെറും ഗ്രീക്കോ റോമൻ ജൂയിഷ് മതങ്ങളിലെ തിയറികൾ എടുത്തിട്ട് കൂട്ടിച്ചേർത്ത ഒരു സിൻക്രറ്റിക് റിലീജിയനാണ് ക്രിസ്തു മതം എന്ന് വാദിച്ചിരുന്ന ആൾക്കാരുണ്ട്. അതിലെ പ്രധാനിയായിട്ടുള്ള ആളാണ് ഡേവിഡ് സ്ട്രോസ്. അദ്ദേഹം ഹെഗലിന്റെ ഇടതുപക്ഷ ഹെഗേലിയന്മാരിൽ ഒരാളായിരുന്നു. ഈ കാറൽ മാർക്സിന്റെ ഒക്കെ കൂട്ടുകാരായിരുന്നു. പക്ഷെ അവർക്ക് യഥാർത്ഥത്തില് ഈ പശ്ചാത്തലത്തിൽ യേശു എന്താണ് യുണീക്കായിട്ട് ഉണ്ടാക്കിയത് എന്ന് കാണിച്ചു തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കാറൽ മാർക്സിന്റെ ജൂയിഷ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഞാൻ വിവരിക്കാൻ പോണത് ഇതാണ് കേട്ടോ. അതായത് പ്ലാറ്റോയുടെ റിപ്പബ്ലിക്കിൽ പറയുന്ന നീതി സങ്കല്പം എന്താണ്, അരിസ്റ്റോട്ടിലിൽ പറയുന്ന എത്തിക്സ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിന് പശ്ചാത്തലം ഒരുക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ ഒരു ചോദ്യം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കാറൽ മാർക്സ് പറയാണ് ക്രിസ്തു മതത്തിന്റെ ഏറ്റവും വലിയ തെറ്റ് ജൂയിഷ് ക്വസ്റ്റ്യൻ എന്ന ലേഖനത്തിലാണ് ഇത് കിടക്കുന്നത്. ക്രിസ്തു മതം ഓരോ മനുഷ്യനെയും രാജാവായി കാണുന്നു. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് എ സോവറിൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാചകം കിടക്കുന്നുണ്ട്: നിങ്ങൾ പുരോഹിത, പ്രവാചക, രാജകീയ ഗണമാണ്. അപ്പൊ എനിക്ക് 3 ദൗത്യമുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ ആരാണ്? ദൈവമായിട്ട് ബന്ധപ്പെടുന്ന പുരോഹിതനാണ്. അത് പഴയ നിയമത്തിൽ സാധിച്ചിരുന്നത് വെളിച്ചപ്പാടുകൾക്ക് മാത്രമാണ്. അവിടെ പുരോഹിതനും മനുഷ്യനും ഇടയില് ഒരു മധ്യസ്ഥനുണ്ടായിരുന്നു. അല്ല, ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള മധ്യസ്ഥനായിരുന്നു പുരോഹിതൻ. അത് മാറ്റി യേശു ക്രിസ്തുവിലൂടെ നമ്മൾ എന്ത് ചെയ്തു?
ദൈവവുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കുകയാണ് യേശുക്രിസ്തു ചെയ്തത്. അതാണ് അവന്റെ ഏകപൗരോഹിത്യം. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ എന്താണ്? അപ്പൊ നമ്മുടെ സഭയിലുള്ള പുരോഹിതന്മാരുടെ റോൾ എന്താണ്? അപ്പൊ പ്രിയമുള്ളവരെ, ആ റോള് എന്ന് പറയുന്നത് ശുശ്രൂഷ പൗരോഹിത്യമാണ്. അല്ലെങ്കിൽ ഇപ്പോ യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇക്കാലം അത്രയും നിങ്ങളോട് പിതാവ് ആരാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു തന്നു. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഇനി മുതൽ നിങ്ങൾ നേരിട്ട് തന്നെ പിതാവിനോട് സംസാരിച്ചു കൊള്ളുക. പ്രിയമുള്ളവർ, അത് ശിഷ്യന്മാരോട് മാത്രം പറയുന്നതല്ല, അത് ലോകത്തിലുള്ള ഓരോ മനുഷ്യരോടും പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന പാസ്റ്റർമാരാണ് യഥാർത്ഥത്തിലെ ക്രിസ്തീയ പുരോഹിതന്മാര്. അവര് നമ്മളെ നയിച്ചു കൊണ്ടുപോവാണ് എവിടേക്ക്? യേശു നയിച്ചു കൊണ്ടുപോയ പോലെ. ഒരു വിവാഹ ബ്രോക്കറുടെ പണി എന്താ? വിവാഹ ബ്രോക്കർ അയാൾ എന്ത് ചെയ്യണു? ഒരു പെണ്ണിനെ ഒരു ചെക്കനെ ആക്കി കൊടുക്കുന്നു. ആ ചെക്കനെ ആക്കി അവരെ മണവറയിലാക്കി കഴിഞ്ഞാൽ ഈ ബ്രോക്കർക്ക് അവിടെ യാതൊരു സ്ഥാനവും ഇല്ലേ? ഒരു അപ്പനമ്മയായ ഞങ്ങൾ എന്താ ചെയ്യണേ? മക്കൾക്ക് യോജിച്ച വരനെ കണ്ടെത്തി അവരൊരുമിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ മുറിയിൽ നിന്ന് പുറത്തു പോകണം. അല്ലാതെ അവരുടെ മുറിയിൽ ഇടപെടുമ്പോഴാണ് കുടുംബങ്ങളിൽ വഴക്കുണ്ടാവണേ. അതുപോലെ യേശുവുമായിട്ട് ഒരുവനെ വിവാഹം കഴിച്ചാൽ പിന്നെ അവനും യേശുവുമായിട്ട്, പിതാവായ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന മണവറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരാളാണ് പുരോഹിതൻ. ഞാൻ നിങ്ങളുടെ ഓർത്തഡോക്സ് സഭയുടെ ഒരു വിവാഹത്തിന്റെ ഒരു പാട്ട് കേട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാട്ടാണ്. കാരണം ആ പാട്ടില് പറയുന്നത് മണവാളൻ ക്രിസ്തുവാണ്. അപ്പൊ ഈ ഭാര്യയും ഭർത്താവും കല്യാണം കഴിക്കുന്നത് ഒറിജിനലി ക്രിസ്തുവിനെ ആണെന്നാണ് ആ പാട്ടിന്റെ കണ്ടന്റ് കിടക്കുന്നത്. ഇത് ഞാൻ എത്ര പറഞ്ഞിട്ടും ഞങ്ങളുടെ ആൾക്കാരോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. കാരണം ഞങ്ങളുടെ ഈ കാത്തലിക് ഇതിലേക്ക് എടുക്കുന്നത് അച്ഛനും സിസ്റ്ററും മാത്രമാണ് കർത്താവിന്റെ മണവാളനും മണവാട്ടിയെന്നാണ്. അല്ല, ലോകത്തിൽ ഓരോ മനുഷ്യനാണ്. ഇനി ഇതിൽ നിന്ന് ഞാൻ ജമ്പ് ചെയ്ത് പോവാണ്, കാരണം ഇത് എന്റെ സ്പെസിഫിക് വിഷയമല്ല. രണ്ടാമത്തേതാണ് പ്രവാചക ദൗത്യം. മൂന്നാമത്തേത് ഓരോ മനുഷ്യനും രാജാവാണ്. ഓരോ മനുഷ്യനും രാജാവാണ്. അപ്പോ എനിക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും തീരുമാനിക്കാനും നടപ്പിലാക്കാനും ഉള്ള അവകാശമുണ്ട്. ഐ ആം ദ കിങ്. നിങ്ങൾ പുരോഹിത പ്രവാചക രാജീയ ഗണമാണ്. ഇതാണ് ജൂയിഷ് ക്വസ്റ്റ്യനിലെ മാർക്സ് ചോദ്യം ചെയ്തത്. ഇത് ക്രിസ്തു മതത്തിന്റെ വിഡ്ഢിത്തമാണ്. പക്ഷേ ഇതാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ. ഇതാണ് സിവിൽ റൈറ്റുകളുടെ അടിത്തറ, ഹ്യൂമൻ റൈറ്റിന്റെ അടിത്തറ. എന്ന് വെച്ചാൽ എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ എൻ്റെ ഡൊമൈനില് എനിക്ക് ഫ്രീഡം ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കും, എൻ്റെ ഡൊമൈനില് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ പ്രവർത്തിക്കുന്നു, സുജിത്തിന്റെ ഡൊമൈനില് സുജിത്ത് ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അപ്പൊ എന്തുണ്ടാവും? അപ്പൊ നമുക്ക് രണ്ടുപേർക്കും വാഹനമുണ്ട്. ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ വാഹനം ഓടിക്കുന്നു, സുജിത്തിന് ഇഷ്ടമുള്ള പോലെ വാഹനം ഓടിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്ത് ചെയ്യും? കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഇവിടെയാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന തിയറി ഒറിജിനലി ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് നീതി സങ്കല്പം നിയമത്തിലൂടെ കൊണ്ടുവരുന്നത്. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല്, ട്രാഫിക് റൂൾ എടുക്കാം. ഇപ്പൊ ഇന്ത്യയിലെ ട്രാഫിക് റൂൾ അനുസരിച്ച് വാഹനം ഓടിക്കുന്നവൻ ഇടതുഭാഗത്തുകൂടെ ഓടിക്കുകയും എതിർദിശയിൽ നിന്ന് കടന്നു വരുന്നവനെ വലതുഭാഗത്തുകൂടെ കടന്നു പോകാൻ അനുവദിക്കുകയും ചെയ്യുക. ഈ ഒറ്റ പ്രിൻസിപ്പിള് പാലിച്ചാൽ ഈ വാഹനങ്ങള്, 10,000-കണക്കിന് വാഹനങ്ങൾ സുഗമമായിട്ട് പോകും. അപ്പോ ഇവരെന്ത് ചെയ്തു? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഉണ്ടായി? ലോ എങ്ങനെ ഉണ്ടായി? അത് ആരുണ്ടാക്കണം?
ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഹമുറാബിയിലാണ്. ഹമുറാബിയുടെ ടേബ്ലറ്റ്സ് വാഷിങ്ടണിൽ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അവര് എക്സ്കവേറ്റ് ചെയ്ത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിന്റെ കോപ്പികള് പാരീസില് ലൂവറെ മ്യൂസിയത്തില് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അബ്രഹാമിന് മുമ്പുള്ളതാണ് മെസപ്പൊട്ടോമിയയില്. ആ ടേബ്ലറ്റ്സിന്റെ പോലെയാണ് മോസസ് ടേബ്ലറ്റ്സ് ഉണ്ടാവുന്നത്. അതാണ് ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. ദൈവത്തെ സ്നേഹിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, പിന്നെ എങ്ങനെ സമൂഹമായിട്ട് ജീവിക്കണം. ആ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ അവരന്ന് കണ്ടെത്തിയിട്ടുണ്ട്: 1 ജീവൻ, 2 സ്വത്ത്, 3 കുടുംബം. ഇതിന് 3നും സംരക്ഷണം നൽകുക എന്നതാണ് ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അതാണ് ഇപ്പൊ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യന്റെ കാളയെ മോഹിക്കരുത്, നീ കൊലപാതകം നടത്തരുത്, കള്ളസാക്ഷ്യം പറയരുത്. പ്രിയമുള്ളവരെ, കള്ളസാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യാപകമാണ്. കള്ളസാക്ഷ്യം പറഞ്ഞാല് ഇപ്പൊ റോഡ് ടാർ ചെയ്തതിന് ശേഷം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒപ്പിട്ട് കൊടുക്കണ എന്തെന്ന്? നിയമത്തിലുള്ള പോലെ തന്നെയാണ് ഈ കോൺട്രാക്ടറോടെ വർക്ക് ചെയ്തത് എന്ന് ഒപ്പിടുന്നതാണ് സാക്ഷ്യപ്പെടുത്തൽ. കള്ളസാക്ഷ്യം പറയുന്നതാണ് കറപ്ഷനിലേക്ക് നീങ്ങുന്നത്. കറപ്ഷനാണ് രാജ്യത്തിന്റെ വളർച്ച കുറയ്ക്കുന്നത്. സീറോ കറപ്ഷൻ, ഇൻഫിനിറ്റി ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ രൂപങ്ങളാണിത്. അന്ന് നിയമം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അന്ന് ഹമുറാബിക്ക് ദൈവം കൊടുത്തു, മോസസിന് ദൈവം കൊടുത്തു. പക്ഷേ സോക്രട്ടീസും പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും എഴുതി വെച്ചു, ഈ നിയമങ്ങളൊക്കെ മനുഷ്യന്റെ ഉള്ളിലുള്ള സ്വഭാവത്തിന്റെ പ്രൊജക്ഷനാണ്. ഇതാണ് ഇവര് ഈ പ്ലാറ്റോന്റെ. അപ്പൊ അവര് അതിനൊരു കോമൺ മാനദണ്ഡം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതായത് ഈ മാത്തമാറ്റിക്സിൽ ഞങ്ങൾ ഒരു ഫോർമുല ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ, ഇപ്പൊ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഞങ്ങൾ 3 പ്രിൻസിപ്പിൾ ഉണ്ടാക്കി. പിന്നെ 10,000-കണക്കിന് പ്രിൻസിപ്പിള് ഈ പ്രിൻസിപ്പിളിൽ നിന്ന് പ്രസവിച്ച് വരുന്ന, അങ്ങനെ ഒരു കോമൺ പ്രിൻസിപ്പിൾ ഉണ്ടാക്കാൻ പറ്റും. പ്ലാറ്റോ എഴുതി വെച്ചു, റിപ്പബ്ലിക്കിന്റെ 13ാമത്തെ പേജിൽ കിടപ്പുണ്ട്: അർഹിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കുക. ഇതാണ് നീതി വ്യവസ്ഥ. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഞാനും നീയും അവനവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കാൻ നമ്മുടെ മുകളില് നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ആ നിയമം അനുസരിക്കുന്നതാണ് നീതി. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതാണ് പഴയ നിയമത്തിൽ എപ്പോഴും കിടക്കുന്നത് റൈറ്റസ്നെസ്. റൈറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഒറിജിനൽ മീനിങ് ലോ എന്നാണ്. അത് ഈ ഇംഗ്ലീഷ് ഭാഷ വികസിച്ചിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മൻ ഭാഷയിൽ റൈറ്റ് എന്ന് വെച്ചാൽ ലോ എന്നാണ്. ലോ പാലിക്കുന്നവൻ, അവനെയാണ് നീതിമാൻ എന്ന് വിവർത്തനം ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോ അത് ശരിയായിരുന്നു. പഴയ നിയമത്തിലെ നിയമമാണ് അവര് ബേസ് ചെയ്തിരുന്നത്. ആ നിയമത്തിന്റെ പിറകില് മനുഷ്യ സ്വഭാവത്തെ കണ്ടെത്തുകയാണ് പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും സോക്രട്ടീസും ചെയ്തത്. അങ്ങനെയാണ് റിപ്പബ്ലിക് എന്ന പുസ്തകത്തില് അവര് ആർഗ്യൂ ചെയ്യാണ് ഏതൊക്കെ നീതി വരും. ആ നീതിയുടെ ഒരു ബേസിസ് ആണ് എഴുതി വെച്ചത്. അതായത് അർഹിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കുക. അത് എങ്ങനെ കൊടുക്കണം? അതിനാണ് കരാറുകൾ ഉണ്ടാവണം, കോൺട്രാക്റ്റുകൾ ഉണ്ടാവണത്. അപ്പൊ നമ്മൾ സമൂഹമായിട്ട് മാറണമെങ്കിൽ നമുക്ക് മുകളിൽ ഒരു നിയമം വേണമെന്നും ആ നിയമത്തിന്റെ അടിത്തറ ദൈവമാണെന്ന് യഹൂദന്മാരും ഹമ്മുറാബിയും പറഞ്ഞപ്പോ ആ നിയമത്തിന്റെ അടിത്തറ മനുഷ്യ ഹൃദയമാണെന്ന് സിസറോ, അദ്ദേഹമാണ് പിന്നീട് റോമൻ സാമ്രാജ്യത്തിന്റെ ബേസ് ആയിട്ട് വന്നത്. പ്ലാറ്റോനെ അരിസ്റ്റോട്ടലിനെയും കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് റോമില് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് മാർക്കസ് ടുള്ളി എന്നാണ്. ശരിക്കും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ് എടുക്കുന്നത് ഈ മാർക്കസ് ടുള്ളിയിലാണ്, സിസറോയിലാണ്. ഇപ്പൊ റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഒരു ഗോഡ് ഫാദർ ആണ് ഈ BC, ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന സിസറോ. അപ്പൊ ആ സിസറോന്റെ നിയമം എഴുതിയിട്ടുള്ളത് ഹൃദയത്തിലാണ്.
അങ്ങനെ ആ ഹൃദയത്തിലെ നിയമം അനുസരിക്കുന്നതാണ്, അതിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ലോ, സ്വാഭാവിക നിയമം. ഇവിടെയാണ് നമുക്കൊരു സംശയം, ദൈവത്തിന്റെ നിയമവും സ്വാഭാവിക നിയമവും രണ്ടാണോ ഒന്നാണോ തർക്കം വരുന്നത്. അതായത് ദൈവകൽപ്പനകളും മനുഷ്യനുള്ളിൽ നിന്ന് കണ്ടെത്തുന്നതും ഒന്നാണോ രണ്ടാണോ? മൂന്നാമതൊരു വിഭാഗം ഉണ്ട്, ഡെമോക്രറ്റ്സ്. അവരാണ് അമേരിക്കയിലുള്ള റിപ്പബ്ലിക്കൻസും ഡെമോക്രറ്റ്സും. ഡെമോക്രറ്റ്സ് പറയുന്നത് അത് അന്നുണ്ട്, നമ്മൾ ഭൂരിപക്ഷം ഒപ്പീനിയൻ കൂട്ടിച്ചേർത്തിട്ടാണ് നിയമം ഉണ്ടാക്കേണ്ടത്. അപ്പോ ക്രിസ്തുവിന്റെ കേന്ദ്രത്തിലേക്ക് വരുമ്പോ ക്രിസ്തു എന്ന മനുഷ്യനിൽ ദൈവിക നിയമവും അവൻ ഒറിജിനൽ മനുഷ്യനാണ്, സ്വാഭാവിക നിയമവും ഒന്നായി തീരാണ്. അതുകൊണ്ടാണ് കൺഫെഷൻസിലെ വിശുദ്ധ അഗസ്റ്റിൻ എഴുതിയത്, സിസറോയെ വായിച്ചപ്പോഴാണ് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ആരംഭിച്ചത്. അപ്പൊ നിയമം അകത്തോ പുറത്തോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ ചോദ്യം ഉന്നയിച്ചു, അകത്തോ പുറത്തോ? അതായത് അകത്തുള്ളത് മനുഷ്യന് വായിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ദൈവം അത് പുറത്ത് കല്ലിൽ എഴുതിയത്. ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവ് വന്നപ്പോ നമുക്ക് പുതിയൊരു ഹൃദയം തന്നാൽ ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന നിയമവും ദൈവത്തിന്റെ നിയമവും ഒന്നായി തീരും. ഇതാണ് ക്രിസ്ത്യൻ നിയമനിർമ്മാണത്തിന്റെ അടിത്തറയിൽ കിടക്കുന്ന ക്രിസ്ത്യൻ ഹ്യൂമനിസത്തിന്റെ ബേസ് കിടക്കുന്നത്. എന്നാൽ ആദിമസഭാപിതാക്കന്മാരുടെ കാലം കഴിഞ്ഞ് റോമാ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന്റെ തണലില് നമ്മുടെ സഭ ചെന്നുപെട്ടപ്പോൾ എന്തുണ്ടായി? ചിന്ത മരിച്ചുപോയി. അതായത് അധികാരം കിട്ടിയാൽ പിന്നെ അധികാരികൾക്ക് ആർക്കും ചിന്തകന്മാരെ ഇഷ്ടല്ലേ, അവരൊക്കെ തല്ലിക്കൊല്ലും. അത് ഒരു സോക്രട്ടീസിനെ എന്തുകൊണ്ടാ വധിച്ചത്? അവൻ തെറ്റായി പഠിപ്പിക്കുന്നു. അപ്പൊ റോമാ സാമ്രാജ്യത്തിന്റെ അധികാരം വന്നപ്പോ ഈ നമ്മുടെ ക്രിസ്തു മതത്തിന് പറ്റിയ അപജയം എന്ന് പറയുന്നത്, സീസറിന്റെ അധികാരങ്ങള് ആരേറ്റെടുത്തു? മാർപ്പാപ്പ സഭാതലവൻ ഏറ്റെടുത്തതോടുകൂടി ചിന്ത മരിച്ചുപോയി. ചിന്ത മരിച്ച് മീഡിയോക്രറ്റ്സ് മാത്രമായപ്പോ ഈ തത്വചിന്തനം മുഴുവൻ ഉപേക്ഷിച്ച് ബൈബിളില് വാചകങ്ങൾ വായിച്ച് അതുമ്മ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമായി. അപ്പോ യഥാർത്ഥത്തിൽ ബൈബിള് മനസ്സിലാവാതായി, നീതി എന്താണെന്ന് മനസ്സിലാവാതായി. അപ്പോ ഈ പ്ലാറ്റോ ചെയ്തു വെച്ച നീതിയുടെ ഈ സങ്കല്പം, ഭരണാധികാരിയെ കുറിച്ചുള്ള നിർവചനം, സ്കൂളുകളിലൂടെ പഠിപ്പിക്കണം എന്നുള്ള ചിന്ത, അതിനെ ഒരു എത്തിക്കൽ സിസ്റ്റം, ഒരു സൊസൈറ്റി ആയിട്ട് ഒന്നായി തീരണമെങ്കിൽ വേണ്ട ധാർമ്മിക നിയമങ്ങളായിട്ട് മാറ്റി ഒരു പൊളിറ്റിക്കൽ സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഈ പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ ചെയ്തത്. പ്ലാറ്റോന്റെ പുസ്തകം റിപ്പബ്ലിക്, അരിസ്റ്റോട്ടിലിന്റെ 2 ബുക്കുണ്ട്, എത്തിക്സ് ആൻഡ് പൊളിറ്റിക്സ്. അപ്പോ ആദ്യം എന്തുണ്ടാവണം? ഒരു സ്വപ്നമുണ്ടായിരുന്നതിന് ഇവര് ഒരു നീതി ഘടന ഉണ്ടാക്കി, ഒരു സമൂഹ ജീവിത പ്രിൻസിപ്പിളിന്റെ ഘടന ഉണ്ടാക്കി, എന്നിട്ട് അത് കോൺസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റി നടപ്പിൽ വരുത്താൻ തുടങ്ങിയപ്പോഴാണ്, അതാണ് 1500 ശേഷം യൂറോപ്പിലുണ്ടായ ഡെമോക്രാറ്റിക് വളർച്ചയുടെ അടിത്തറയുടെ വളർച്ചാ സ്രോതസ്. അപ്പൊ ക്രിസ്ത്യാനികള് ഇങ്ങനെ മനുഷ്യനെ അന്വേഷിച്ചിട്ട് യേശു മനുഷ്യനെ വെളിപ്പെടുത്തുന്നു എന്നാ വലിയ സത്യമൊക്കെ മറച്ചു കളഞ്ഞതുകൊണ്ട് എന്തുണ്ടായി? രാജാക്കന്മാരുടെ ഒരു തണലില് ഇവര് മാറിപ്പോയപ്പോ ഈ ഗ്രീക്ക് തത്വചിന്ത മറന്നു. അത് പുനർജീവിപ്പിക്കാൻ ശ്രമിച്ചതാണ് റെനൈസാൻസ്. അതുകൊണ്ടാണ് നമ്മൾ പറയണത്, എന്താണ് റെനൈസാൻസ്? നമുക്ക് ഒറ്റ വാചകം കേട്ടിട്ടുള്ളൂ, എന്താണ്? ഗ്രീക്കോ റോമൻ ചിന്തകളുടെ പുനരുദ്ധാരണമാണ് റെനൈസാൻസ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെയല്ല. ഗ്രീക്കോ റോമൻ ചിന്തകളുടെ അടിത്തറയിൽ ക്രിസ്തു മതത്തെ വീണ്ടും പുനർവ്യാഖ്യാനിച്ചതാണ് റെനൈസാൻസ്. ക്ലിയർ ആയെന്ന് തോന്നുന്നു നിങ്ങൾക്ക്? അതായത് ഗ്രീക്കോ റോമൻ ചിന്തകളെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഒന്നും അല്ലാതായി പോകും. ആ ഗ്രീക്കോ റോമൻ ചിന്തയുടെ ആ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഇവർ ക്രിസ്തുവിനെ കാണുകയാണ്.
എന്നിട്ട് ക്രിസ്തു എന്ന മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോ കേരളത്തിലെ നവോത്ഥാനത്തെ കുറിച്ചുള്ള ചർച്ച ചെയ്യുമ്പോൾ ഒരിക്കലും യൂറോപ്യൻ നവോത്ഥാനത്തെ കുറിച്ച് പറയില്ലേ. അതിന്റെ കാരണം യൂറോപ്യൻ നവോത്ഥാനത്തിൽ മുഴുവൻ കിടക്കുന്നത് ക്രിസ്ത്യാനികളാണ്. അപ്പോ ആ ഒരു സീക്വൻസിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഞാൻ നിർത്താണ്, എപ്പിസ്റ്റമോളജിയിലേക്ക് കടക്കുന്നില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ എപ്പിസ്റ്റമോളജി എന്താണ് എന്ന് ഈ മാത്രമല്ല മോഡേൺ ഫിലോസഫി എന്താണെന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. കാരണം ഡെക്കാർത്ത്, കാന്റ്, ഹെഗല്, പിന്നീട് വന്ന സാർത്ര, അവരൊക്കെ എന്ത് കൺഫ്യൂഷൻസ് ആണ്, എന്ത് കോൺട്രിബ്യൂഷൻസ് ആണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാല് ബൈബിളിനെ കുറിച്ച് നമുക്ക് അവരുണ്ടാക്കിയ കൺഫ്യൂഷനിലൂടെ കുറെ കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കൃത്യമാക്കി തരാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് റീക്യാപിറ്റുലേറ്റ് ചെയ്ത് തരാം. ഞാൻ ആദ്യം പറഞ്ഞത് 4 കാര്യങ്ങളാണ്. ഒരു കാര്യം സത്യമാണെന്ന് പറയണമെങ്കിൽ അത് എന്തായിരിക്കണം? അതിന് ഇറ്റേണൽ വാലിഡിറ്റി വേണം, യൂണിവേഴ്സൽ വാലിഡിറ്റി വേണം, കൺസിസ്റ്റൻസി വേണം, കൊഹിറൻസ് വേണം. ഈ 4 ഉള്ളതിനെയാണ് ആ 4 ഉള്ള വിധത്തിൽ എങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ചെടുക്കാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത. കാരണം നമുക്ക് ഈ വിശ്വാസത്തെ അതിന്റെ പൂർണ്ണതയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത് തന്നെ. രണ്ടാമത്തെ ഭാഗത്തിൽ എന്താണ് ആരാണ് മനുഷ്യൻ? ആ മനുഷ്യൻ ക്രിസ്തു ആണെന്ന് നമുക്ക് പറയാൻ കഴിയണം. കാരണം അതാണ് ക്രിസ്ത്യൻ ഹ്യൂമനിസം. അപ്പോഴാണ് ഹ്യൂമനിസ്റ്റുകൾ കൊണ്ടുവന്ന മാൻ ഈസ് ദ മെഷർമെന്റ്, ഹു ഈസ് മാൻ, അതാണ് ചോദ്യം. അപ്പോ അന്തോണിനെ കണ്ടാലോ, രാമനെ കണ്ടാലോ, കൃഷ്ണനെ കണ്ടാലോ, ഫ്രാൻസിസിനെ കണ്ടാലോ മനുഷ്യനെ കാണാൻ പറ്റില്ല. അത് പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദാമാണ്. ആ ആദാം യേശു ക്രിസ്തുവാണ്. അപ്പൊ യേശു ക്രിസ്തു എന്ന മനുഷ്യനിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള മനുഷ്യത്വം, അതിന്റെ വെളിച്ചത്തില് നീതിബോധത്തെ വികസിപ്പിച്ചെടുക്കുകയാണ്. അപ്പൊ ഈ നീതിയെക്കുറിച്ച് ഒരു വാക്കും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെ ക്രിസ്തുവിൽ പൂർണ്ണമാവണമെന്ന്. ഈ ക്രിസ്തു പറയുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. അപ്പൊ നീതി വേണ്ടേ? നീതിനെ ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഒരാളായിട്ട് കരാറിൽ ഏർപ്പെടുകയാണ്. 5 മണിക്കൂർ ഞാൻ പണി ചെയ്യാം, 1000 രൂപ എനിക്ക് കൂലി തരിക. അപ്പോ പ്ലാറ്റോയുടെ നീതി സങ്കല്പം അനുസരിച്ച് ഞാനും ഉടമസ്ഥനും തമ്മിലുള്ള കരാർ അനുസരിച്ച് ഞാൻ 5 മണിക്കൂർ പണിയെടുക്കുന്നു, അദ്ദേഹം എനിക്ക് 1000 രൂപ തരുന്നു, നീതി പുലർന്നു, സിസ്റ്റം അവിടെ നിലനിൽക്കും. അതില് ഇനി തെറ്റുണ്ടോ, അതിൽ സമ്മർദ്ദം ഉണ്ടോ എന്ന് വേറെ ചർച്ച ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ 4 മണിക്കൂർ പണിയെടുത്തിട്ട് 1000 വാങ്ങുകയാണെന്ന് കരുതി. അപ്പൊ ഞാൻ നീതി ചെയ്യണം. ഞാൻ 5 മണിക്കൂർ പണിയെടുത്തിട്ട് അദ്ദേഹം എനിക്ക് 800 തരികയാണെന്ന് കരുത്, അപ്പോഴും അനീതിയാണ് ചെയ്യണത്. അപ്പോ 5 മണിക്കൂർ ജോലി ചെയ്യുക, 1000 രൂപ തരിക, നീതി. അപ്പൊ എന്താണ് സ്നേഹം? 5 മണിക്കൂർ പണിയെടുക്കുന്നതിന് പകരം ഞാൻ 6 മണിക്കൂർ പണിയെടുത്തിട്ട് 1000 വാങ്ങിച്ചാൽ അത് സ്നേഹം. 5 മണിക്കൂർ പണിയെടുത്തിട്ട് 1000 തരുന്നതിന് പകരം 1200 തന്നാൽ അത് സ്നേഹം. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് നീതിക്ക് അപ്പുറത്ത് പോണം. അപ്പോ അനീതി എന്ന് പറയുന്നത് എന്താണ്? അപ്പോ എന്താണ് നീതി? മിനിമം സ്നേഹമാണ് നീതി, മിനിമം സ്നേഹം. പക്ഷെ ലോകത്തെ രൂപാന്തരപ്പെടുത്തി എടുക്കണമെങ്കിൽ കുറെ പേര് അനീതി ചെയ്യുന്നുണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ ആ അനീതി ഫില്ലാവുള്ളൂ. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ നീതിബോധത്തിന് അപ്പുറത്ത് ദൈവത്തിന്റെ നീതിയുണ്ട്, അതാണ് സ്നേഹം. അപ്പോ നീതിക്ക് പുറത്ത് നിൽക്കുന്നത്, നമ്മൾ സ്നേഹത്തെ വെറുതെ ഒരു വികാരപ്രകടനമായിട്ടാണ് കാണുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞിട്ടുള്ള നീതിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്
ഈ സ്നേഹത്തെ നിർവചിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, സമൂഹം നിലനിൽക്കുകയാണെങ്കിൽ നീതി മാത്രം പോരാ, സ്നേഹം വേണം. കാരണം കുറെ പേര് വിധവകൾ, അനാഥർ, പരദേശികൾ ഇവരുള്ളപ്പോ നമ്മൾ നീതി മാത്രം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അവര് പട്ടിണി എടുക്കും. അതുകൊണ്ട് അവരെ കൂടി ഉൾക്കൊള്ളണമെങ്കിൽ നീതിക്കപ്പുറത്ത് പെരുമാറാൻ നമുക്ക് കഴിയണം. എങ്കിലേ ദൈവം ആഗ്രഹിക്കുന്ന രാജ്യം ഇവിടെ സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്ലാറ്റോയുടെ തിയറി അതേപടി എടുക്കല്ല ക്രിസ്തു ചെയ്തിട്ടുള്ളത്. പ്ലാറ്റോയുടെ തിയറിയെ വികസിപ്പിച്ച് അതിലൂടെയാണ് യേശു പഠിപ്പിച്ചതെന്ന് മാത്രം. കാരണം മനുഷ്യൻ ഉണ്ടാക്കിയ ഒന്നിനെയും ദൈവം നിഷേധിക്കുന്നില്ല, അതിനെയെല്ലാം പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ നിർത്തുകയാണ്. എന്നെ കേട്ടിരുന്നതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. അടുത്ത ശനിയാഴ്ച നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സാർ. താങ്ക് യു ഫ്രാൻസിസ് സാർ. നമുക്ക് വളരെ മനോഹരമായ ഒരു ക്ലാസ് കിട്ടി. അത് പ്രത്യേകിച്ച് ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സാറ് പറഞ്ഞ പോയിന്റ്സും ഉദാഹരണവും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിൽ മാത്രമേ വിയോജിപ്പുള്ളൂ. സ്ത്രീകൾക്ക് ഒരു ചുരിദാർ കിട്ടി, 2 ചുരിദാർ കിട്ടി, 4 കിട്ടുമ്പോഴേക്കും മടുക്കുമെന്ന് സാർ പറഞ്ഞ ആ ഉദാഹരണത്തെ ശരിയായില്ല. അതിന് വേറൊരു ഇതുണ്ട്. അതായത് മനുഷ്യന്റെ മനസ്സില് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളൊരു ആഗ്രഹം കിടപ്പുണ്ട്. ആ ആഗ്രഹം കിടക്കുന്നത് കൊണ്ട് എത്ര കിട്ടിയാലും അവന് മതിയാകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും ഞാൻ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ തമാശ പറഞ്ഞു കേട്ടോ. വല്ല മൊട്ടായിയോ കാറോ, സാറിന്റെ വാച്ചൊക്കെ നല്ല ഉദാഹരണമായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ മടുക്കുമെന്ന് പറഞ്ഞാ ഇവിടെ അയക്കുന്നവരും സംഭവിക്കുമെന്ന് തോന്നില്ല. അപ്പൊ സന്തോഷം സാറേ, അടുത്ത ആഴ്ച കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. ഇത് നിങ്ങൾ ഒന്നുകൂടെ കേട്ടോ, 1-2 പ്രാവശ്യം ഈ ക്ലാസ് കേൾക്കുക. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് കാണാം. താങ്ക് യു സാറേ. ആർക്കെങ്കിലും റെക്കോർഡിങ് കിട്ടാതുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ, നുഹ്റയുടെ വാട്സാപ്പിൽ അറിയിക്കുക. ഞാൻ അതിനുള്ള ഒരുക്കി തരാം. സോ ദയവ് ചെയ്ത് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു എവറിബഡി. സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ.